ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. ബാബ പറയാ, ഒരു ശിവബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരുന്ന സർവ്വകാര്യങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്ന മായ പ്രൂഫായി ഭവിക്കട്ടെ. ബാബ പറയാ, എപ്പോഴാണോ നമ്മളുടെ യോഗം കുറയുന്നത്, പരംപിത പരമാത്മാവുമായിട്ട് രചയിതാവുമായിട്ട് എപ്പോഴാണോ നമ്മളുടെ കണക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കുന്നത് കുറയുന്നത്, അതിനനുസരിച്ച് ആത്മാവ് ബലഹീനമാകാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ പല പല ഫോഴ്സുകൾ നമ്മളെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലൊന്നാണ് നമ്മളുടെ തന്നെ പഴയ സ്വഭാവ സംസ്കാരം. നമ്മൾ ശക്തിഹീനമാകുമ്പോൾ അതിന് ശക്തി വർദ്ധിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇല്ലാതാക്കിയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഴയ സംസ്കാരമൊക്കെ നമ്മൾ പ്രകടമാക്കും. ഒപ്പം തന്നെ നമ്മളുടെ ശരീരം ഇത് പ്രകൃതിയുമായിട്ട് കണക്റ്റഡാണ്. പ്രകൃതിയിൽ എങ്ങനെയാണ് അത് വികരാള രൂപമൊക്കെ കാണിക്കാറുണ്ട്. അതേമാതിരി നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചതത്വങ്ങളുടേതായ ഒരു ഫോഴ്സ് ഉണ്ട്, തമോ ഗുണിയാണ്. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ നമ്മളിരിക്കുന്ന അന്തരീക്ഷം, നമ്മളിരിക്കുന്ന സ്ഥലം എവിടെയാണ്, അതിൻ്റെ എനർജി എന്താണ്, അത് നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, നമ്മൾ ആരൊക്കെ ആയിട്ടാണോ കണക്ഷന് വരുന്നത്, അവരുടെ എനർജി എന്താണ്, അവരുടെ തോട്ട്സ് എന്താണ്. അപ്പം നമ്മളായിട്ട് കണക്റ്റഡായിട്ട് ദൂരെ ഇരിക്കുന്നവരായിട്ട് അവരുടെ എനർജി ലെവൽ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ തോട്ട്സ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് അവരുടെ ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ അവരെ പോലെ ചിന്തിക്കുമില്ലേ. അവരുടെ എനർജി കുറയുമ്പോൾ നമ്മളുടെ എനർജിയും നമുക്ക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുമാതിരി സോളുകളിൽ അവയെ എനർജി എടുക്കാൻ വരും. അങ്ങനെ പല പല ഫോഴ്സുകൾ, ഗ്രഹങ്ങളുടെ എനർജി ലെവല്, ലോകത്തിലെ മുഴുവൻ എല്ലാവരുടെയും അവസ്ഥ, എനർജി എന്താണ്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കണം, സുരക്ഷിതരായിരിക്കണം. അതായത് എപ്പോഴും സദാശാന്തി സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ബാബയുമായിട്ട്, സർവശക്തിമാനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ബാബയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ബാക്കിയെല്ലാം ബാബയുടെ രചനയാണ്. അപ്പോൾ അതിന് നമ്മളെ ബാധിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ അതിൽ നിന്നും സാക്ഷിയായിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ആ എനർജിയൊന്നും നമ്മളെ സ്വാധീനിക്കാത്ത അവസ്ഥ ഇരിക്കാൻ സാധിക്കും. പക്ഷെ വീക്കാകുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയിൽ വേണ്ട അറിവ് കൊടുക്കുന്നില്ല, ക്ലീൻ ആക്കുന്നില്ല. ഇന്നലത്തെയൊക്കെ നെഗറ്റീവ് ഇൻഫർമേഷൻ ഇന്നും കിടപ്പുണ്ട്. അല്ല, പല രീതിയിൽ രാവിലെ രാത്രി വരെയുള്ള സമയത്ത് പലതും നമ്മളുള്ളിലേക്ക് കടന്നു വരും, ഇൻഫർമേഷൻസ്. അതൊക്കെ ക്ലീൻ ചെയ്തില്ല, ജ്ഞാനം കേട്ട് അല്ല, യോഗ ചെയ്ത് നമ്മളെ ബാറ്ററി ചാർജ് ആക്കിയില്ല, നമ്മളെ ധാരണ ചെയ്തില്ല, ചേഞ്ചസ് കൊണ്ടുവരുന്നില്ല, സേവനം ചെയ്യുന്നില്ല, അതായത് പുണ്യം ആശീർവാദം ഒന്നും ശേഖരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ഫോഴ്സുകളെല്ലാം നമ്മളെ പതുക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഡള്ളാകുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനർജി കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ അശാന്തമാകുക, ഭയത്തിൻ്റെ എനർജി കൂടുക, ആകാംക്ഷ, അങ്ങനെയുള്ള അല്ല ദേഷ്യത്തിൻ്റെ ചിന്തകൾ വരും. അപ്പോൾ തോട്ട്സ് എല്ലാം മാറാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത്, ഭഗവാനെ ഓർമ്മിക്കുന്നത് കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം അല്ലെ, നമുക്കങ്ങനെ ഭഗവാനെ ഓർമ്മിക്കാതെ നമ്മൾ ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നവരെ പോകാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം നെഗറ്റീവ് ഫോഴ്സുകൾ ഉണ്ട്. അതെല്ലാം പതുക്കെ നമ്മളെ എനർജി എല്ലാം കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഓർക്കും ഞാൻ ഓക്കെയാണ്. പക്ഷേ ഓക്കെ ആയിരിക്കത്തില്ല. അതായത് നമുക്ക് വേണ്ടത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല, ബാറ്ററി ഫുൾ ചാർജ്ഡ് ആയിരിക്കത്തില്ല. നമ്മളൊരു 60% 50% ആയിരിക്കും കിടക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കുക നമ്മൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും സങ്കല്പങ്ങൾ വരാതിരിക്കുകയാണെങ്കിൽ പറയാം നമ്മുടെ മനസ്സ് പവർഫുൾ സ്റ്റേജിലാണ്. നമ്മുടെ ബുദ്ധിയെല്ലാം റൈറ്റ് ആയി തീരുമാനം എടുക്കുന്ന റൈറ്റ് വേയിലാണ് വഴി കാണിച്ചു തരുന്നെങ്കിൽ ഓക്കെ, ഇത് നല്ല സ്റ്റേജിലാണെന്ന് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കണം, സ്നേഹത്തിൽ ലയിച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യണം, ബാബയുടെ കൂടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കും. ഓം ശാന്തി.